Hi, Mummy. Came early? Uncle Rebello. Hi, Miranda. How are you? Fine, thank you. Come join us for a drink. No, thanks. I'll tell her. She'll be delighted. Oh, she's a wonderful kid. Charming. I'll be a wonderful dad to her. Bertie. Come on, please. No, not now. You are impossible. Hey, little girl, where are you? Ah, there you are. I have a little surprise for you. We're getting married. Aren't you happy? Come, give me a kiss. എന്താ നീ ഒന്നും മിണ്ടാത്തത്? മാനേഴ്സ് വേണ്ടേ? അടുത്ത സൺഡേ തന്നെ നടത്താന്ന് ഡിസൈഡ് ചെയ്തു. What's this blah, blah, blah? Tell me, are you speaking Madrasi? Not Madrasi, dear. A bit of Malayalam. But please, you wait there. Okay. അങ്കിളിനിപ്പോ ഓൺ ബിസിനസ് ആണ്. സ്വന്തം ഫ്ലാറ്റ് ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യാനേ പോണ്ടെന്ന് പറഞ്ഞു. He really loves me. Really? Yes. And I love him. റിയൽ ലവ് ആണെന്ന് പറഞ്ഞ് ഇടയ്ക്ക് വരുന്ന വേറെ 2-3 ക്യാരക്ടേഴ്സ് ഇല്ലേ? ഏതാ മമ്മിയുടെ റിയൽ ലവ്? യു Tessie. Yes, coming.
നാട്ടിൽ നിന്ന് ചില ഗസ്റ്റ് വന്നു. ദിസ് ഇസ് ഓക്കെ ഫോർ യു? എന്താ പ്രശ്നം? മമ്മിയുടെ വല്ല വിസിറ്റേഴ്സും ആണോ? ഒരു വിസിറ്റർ സ്ഥിരമായിരിക്കുന്നു. കല്യാണം കഴിക്കാൻ പോകുന്ന മമ്മിയുടെ പറച്ചിൽ. ഞാൻ ദീപാവലിക്ക് നാട്ടിൽ പോകുന്നു. അപ്പൊ ഫ്ലാറ്റിന്റെ താക്കോല് തന്നേക്കാം. തനിച്ച് കുറച്ചു ദിവസം ഇരിക്കണമെങ്കിൽ ഇവിടെ കൂടിക്കോ. അതുകൊണ്ട് തീരില്ലല്ലോ പ്രോബ്ലം. നിനക്കും ലീവില്ലേ? നാട്ടിലേക്ക് വാ, ഒരു ഹാഫ് മലയാളിയായിട്ട്. നീ ഇതുവരെ കേരളം കണ്ടിട്ടില്ലല്ലോ. മോശം. പപ്പ കൊണ്ടുപോവാന്ന് പലപ്പോഴും പറഞ്ഞു. തനി മലയാളി ഫാമിലിയായി ഗ്രാൻഡ് ഫാദർ മുമ്പ് ഞങ്ങളെ കൊണ്ടുവന്ന് നിർത്തി ഒരു സർപ്രൈസ് ഉണ്ടാക്കണമെന്ന് ഇടയ്ക്കൊക്കെ പറയും പപ്പ. ഒന്നും നടന്നില്ല. നേരെ ഒരുപാടായി. നീ കിടന്നോ. Oh, here you are, Miranda. Where's Mummy? Busy shopping. Oh. What's the hurry? Come on, take it Let me easy. go. Come on, give me a kiss. Let me go. You're sweet. You said you're my daddy. Your father was a Malayali bastard. Leave me. I'll kill you. You bloody Madrasi bitch. Say one word against my father, I'll kill you. സെറ്റും കൊണ്ട് കൊടുത്താലാവും ചേച്ചിക്ക് ഭംഗി. കുട്ടി വരണുണ്ടോ കുളിക്കാൻ? എനിക്കിവിടെ 100 വട്ടം പണിയുണ്ട്. വാ. മോർണിംഗ്. I am sorry. Forget it. എത്ര കാലായി തുടങ്ങിയിട്ട്? Hey, കഞ്ചാവ് മാത്രമാണോ അതോ അതിലും സ്ട്രോങ് ആയി വേറെയും പലതുണ്ടല്ലോ? ഏത് സ്റ്റേജിലെത്തി? ഞാനങ്ങനെ സ്ഥിരമായിട്ടൊന്നുമില്ല. എന്ന് തന്നെയാണ് എല്ലാവരും പറയാറ്. ഒരു തമാശയ്ക്ക് തുടങ്ങും, പിന്നെ ആ നേരം വന്ന ക്രേവിംഗ് തുടങ്ങും. ശരിയല്ലേ? ആ നേരത്ത് സ്വയം ഫൈറ്റ് ചെയ്യണം. ഇറ്റ്സ് എ ഫൈറ്റ്. പുസ്തകങ്ങളോ മ്യൂസിക്കോ അങ്ങനെ വേറെ എന്തിലേക്കെങ്കിലും മൈൻഡ് ഡൈവേർട്ട് ചെയ്യണം. എന്റെ ചില ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനാരാ ഉപദേശിക്കാനല്ലേ? ഒന്നുമില്ല. അല്ല, പറയൂ. സന്ദേഹം ഒഴിഞ്ഞേവം വന്നു, എല്ലാരും കണ്ടു. ഇനി അവൾക്ക് പോയിക്കൂടെ? കേട്ടതുള്ളിലെ അച്ഛൻ എന്ത് വിചാരിച്ചാലും ശരി, പന്നിയിറച്ചിയും പശുയിറച്ചിയും ഒക്കെ തിന്നുന്ന ആൾക്കാർ വീട്ടിനകത്ത് പെരുമാറുന്നത് എനിക്ക് ഇഷ്ടാവണില്ല. പിടിച്ചു പുറത്താക്കണമെന്നാണോ നീ പറയണേ? അങ്ങനല്ല, കുറച്ച് മയത്തിൽ പറയണം. എടി, നീ ആ മുഖത്ത് ശരിക്കും നോക്കിയോ? ഉർവശിയായിരിക്കും. മിളയച്ച അതുകൾക്ക് കുറച്ച് നിറം കൂടും. വേറെന്താ? മരിച്ചുപോയുള്ള തൽ സ്വരൂപം കിട്ടിയിരിക്കണത് അവക്കാ. നിന്റെ അമ്മയുടെ അതേ കണ്ണും മൂക്കും. ആ മുഖത്ത് നോക്കി ഇറങ്ങിപ്പോണെന്ന് ഞാൻ ആട്ടണമെന്നാണോ നിന്റെ കൽപ്പന? അച്ഛന് മനസ്സിലാവും. ഞാനിപ്പോഴൊന്നും പറയണില്ല. എപ്പോഴും എന്റെ മുടി മൊട്ടയടിക്കും. സാരില്ല, ഇപ്പൊ ഇതാ ഫാഷൻ. അമ്മേ, ഞാൻ ചേച്ചിയുടെ കൂടെ പുറത്തു പോട്ടെ? എവിടേക്കും പോണ്ട. ബസ് വന്നിട്ട് മുത്തച്ഛന്റെ അടുത്ത് പോയിരുന്നു അരങ്ങാണ്ട്. സുഖമില്ലാത്ത കുട്ടിയാണ്, അതറിയില്ലേ? തളത്തിലെ അലമാരയിൽ നിന്റെ ഗുളിക ഇരിപ്പുണ്ട്, പോയെന്നെടുത്ത് കഴിച്ചോ. സൂക്കടാണെന്ന് എപ്പോഴും പറയുന്നത് എന്തിനാ? എന്നും അവിടെ രോഗിയായി കാണുന്നതാണ് ആഗ്രഹം. വിവരക്കേട് ഇങ്ങനെ ഉണ്ടാവോ? എനിക്ക് വരമ്പെത്തിക്കാനാണോ നീ പെരുന്നല്ലിരിക്കണേ? ഏയ്, ആശക്കുട്ടിയുടെ ഒരു ഇഷ്ടം തോന്നിയോണ്ട് സത്യം പറഞ്ഞു പോയതാ. ക്ഷമിക്കണം അച്ഛൻ പെങ്ങളെ. വിളി ശരിയല്ലേ?
ഹിന്ദു മാരേജ് ആക്ട് 1955, ഹിന്ദു സെക്ഷൻ ആക്ട് 1956. വക്കീലിനെ കണ്ടോ? വക്കീലില്ല, ഗുമസ്തൻ ഉണ്ടായിരുന്നു. നാളെ വീണ്ടും ഒന്ന് പോയി നോക്കണം. ഈ 2 പുസ്തകം ഒന്ന് കിട്ടിയാൽ നമുക്ക് തന്നെ അറിയാവുന്നേ ഉള്ളൂ. ബിസിനസ് നടത്തിയ വൈഭവം ഞാൻ കുറെ കണ്ടതാ. ഇനിയിപ്പോ നിയമം പഠിച്ചിട്ട് ഞങ്ങളെ പെരുവഴിയിലാക്കണമെന്നാവും. ഒന്നുമില്ല, നീയും ചിലപ്പോ ഇങ്ങനെയൊക്കെയല്ലേ കാണിക്കാറ്. ആരും നിന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുമ്പോ വെറുതെ ഇങ്ങനെയൊക്കെ കാട്ടുമല്ലേ, സൂക്കേടില്ലാതെ. ഞാൻ വെറുതെ ഒന്നും കാട്ടിയിട്ടില്ല. കാണുന്നവർക്ക് പേടിയാവില്ലേ വലിയ കുട്ടിയായിട്ടും ഇങ്ങനെയൊക്കെ കാണിച്ച? ഞാൻ വെറുതെ കാട്ടുമല്ല. ഒരു സൂക്കടും ഇല്ല ആശക്കുട്ടിക്ക്. സൂക്കടുകാരിയാണെന്നറിഞ്ഞ സ്റ്റൈലുള്ള പിള്ളേരാരും കല്യാണം കഴിക്കാൻ വരില്ല. വാ, ആശക്കുട്ടിക്ക് വേണ്ടിയും ചേച്ചി ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വാ.